ഹായ് ഗൈസ്, ഇപ്പോൾ മഴക്കാലമൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാങ്ങ കിട്ടുന്ന സീസണല്ലേ. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ടൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാങ്ങ ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ഓയിലാണ് എടുക്കുന്നത്. ഓയിലെന്ന് പറയുമ്പോൾ നമ്മൾ നല്ലെണ്ണയാണ് എടുക്കുന്നത്. ഒരു 200 ml നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കറി ലീഫാണ് എടുക്കുന്നത്. ഈ കറി ലീഫ് ചെറുതായിട്ട് നമ്മൾ അതിൽ നിന്ന് ഊരിയെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ഗാർലിക്കും ജിഞ്ചറും കൂടെ നമ്മൾ ഇതിലേക്ക് ഇടും. ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് ഈ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ നോക്കിക്കണം. ഇത് പെട്ടെന്നായിരിക്കും ഇതിൻ്റെ കളർ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ ഇനി ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുകാണ്. നമ്മളിനി കടുകിടാൻ പോവുകയാണ്. ഒരു 2 സ്പൂണ് കടുക് നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഈ 2 സ്പൂണ് കടുക് ഇട്ടിട്ട് കടുക് അത്യാവശ്യം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പം നമ്മളിതിലേക്ക് പിന്നെ ഇടാൻ പോകുന്നത് കറി ലീഫാണ്. നമ്മളിതിലേക്ക് കറി ലീഫ് ഇടും. ഈ കടുകാണേലും ഇപ്പം നമ്മൾ ഇട്ടേക്കുന്ന ഗാർലിക്കാണേലും ജിഞ്ചറാണേലും അധികം കരിഞ്ഞു പോവാതെ നമ്മൾ നോക്കണം. കറിവേപ്പും കൂടെ ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഇനി കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ, ആ മാങ്ങ നമ്മൾ ഇതിലേക്കിട്ട് ഇളക്കും. അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. നല്ലതായിട്ട് തിളച്ച എണ്ണയാണ്, കയ്യിലൊന്നും വീണ് കൈ പൊള്ളാതെയൊക്കെ നോക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലായിടത്തേക്കും നമ്മൾ ആ എണ്ണയും കടുകും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നമ്മൾ ഇളക്കി കൊടുത്ത് ആ കടുകും കറിവേപ്പിലയും എണ്ണയും മാങ്ങയുടെ എല്ലാ ഏരിയയിലേക്കും എത്തിയെന്ന് ഉറപ്പായി കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ തുടങ്ങും. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയതായിട്ട് മാങ്ങയ്ക്ക് ഒരു ചെറിയ എണ്ണയിലേക്ക് കിടന്നിട്ട് ഒത്തിരി ഫ്രൈ ആവാതെ അല്ല, ചെറിയൊരു വാട്ടം പോലെ ആയിക്കഴിയുമ്പോൾ നമ്മൾ മുളക് പൊടി ഇടും. ഇതിൻ്റെ മുളക് പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കും. മുളക് പൊടി നമ്മുടെ പാകത്തിന് ഇട്ടാൽ മതി. നമുക്ക് എന്തോരം എരിവ് വേണം എന്നുള്ളത് നോക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഈ മാങ്ങയിൽ എല്ലാ ഏരിയയിലേക്കും മുളക് എത്തുന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും ഇത് എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം.
ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഉലുവാപ്പൊടിയും മുളക് പൊടി പോലെ തന്നെ എല്ലാ ഏരിയയിലേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് മഞ്ഞളാണ്. മഞ്ഞളും അതുപോലെ തന്നെ നന്നായിട്ട് ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക എല്ലാ ഏരിയയിലേക്കും. അതായത് മാങ്ങയുടെ എല്ലാ ഏരിയയിലേക്കും അത് എത്തുന്ന രീതിയിലേക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് എല്ലാ ഏരിയയിലേക്കും എത്തിയിട്ടില്ല, കാരണം നമ്മൾ മാങ്ങ എടുത്തത് ഇത്തിരി കൂടിപ്പോയി. സാധാരണ എപ്പോഴും വെക്കുന്ന പാത്രത്തിലല്ല ഇപ്പോൾ മാങ്ങ വെച്ചേക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട്. നമ്മൾ മുളക് വേണമെന്നുണ്ടെങ്കിൽ, മുളക് പൊടി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. ഇപ്പം നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയിട്ടാണ് 2 സ്പൂൺ മുളക് പൊടിയും കൂടെ പിന്നെ ആഡ് ചെയ്യുന്നത്. ഇപ്പം അത്യാവശ്യം മാങ്ങയുടെ എല്ലാ ഏരിയയിലേക്കും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവയെല്ലാം പിടിച്ച് അത്യാവശ്യം നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കായപ്പൊടി ഇടും. കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. അത്യാവശ്യം കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. കായപ്പൊടി എല്ലാ ഏരിയയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം എല്ലാ ഏരിയയിലേക്കും, മാങ്ങയുടെ എല്ലാ ഏരിയയിലേക്കും നമ്മളിട്ട എല്ലാ ഇൻഗ്രീഡിയൻസും എത്തിയിട്ടുണ്ട്. എണ്ണയൊക്കെ ആണേലും എത്തി, മാങ്ങയാണേലും അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, അതായത് നിങ്ങൾക്ക് എത്രത്തോളം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഉപ്പിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പം അത്യാവശ്യം എല്ലാ ഇൻഗ്രീഡിയൻസും മാങ്ങയുടെ എല്ലാ ഏരിയയിലേക്കും എത്തിയിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇവിടെ ഏകദേശം നമ്മുടെ അച്ചാർ പാകമായിട്ടുണ്ട്. നന്നായിട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഉപ്പ്, മുളക് പൊടി, ഉലുവ, കായം, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം മാങ്ങയുടെ എല്ലാ ഏരിയയിലേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതിലൊരു പ്രധാന കാര്യമാണ് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ നമ്മളൊന്ന് ഇത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് അടിക്ക് പിടിക്കാനും പിന്നെ ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഏരിയയിലേക്ക് എത്താതിരിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, മാങ്ങ നമ്മുടെ അത്യാവശ്യം പാകമായി. ഇനി നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാം.
മാറ്റുമ്പോൾ പാത്രം അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് വിനീഗർ ഒന്ന് ചൂടാക്കിയെടുക്കുക. നമ്മുടെ വിനാഗിരി അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമ്മൾ ആ മാങ്ങ ഇപ്പോൾ ചെയ്ത ആ ഒരു ചട്ടിയിൽ തന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. നന്നായിട്ട് ആ വിനാഗിരി ഒന്ന് തിളച്ച് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം തിളച്ചത് കുറുകും. ആ കുറുകി വന്നതിന് ശേഷം നമ്മളിപ്പോൾ മാറ്റി വെച്ചേക്കുന്ന ആ പാത്രത്തിലേക്ക് ആ അച്ചാറിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അച്ചാർ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രമായിരിക്കണം, അതിലൊട്ടും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഈ ഒഴിച്ച വിനാഗിരി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കാരണം മാങ്ങയുടെ എല്ലാ ഏരിയയിലേക്കും ഈ വിനാഗിരി എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ എന്തെങ്കിലും പാത്രത്തിലേക്കൊക്കെ മാറ്റി നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വേഗം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.